ഇനി ധവളപത്രം എന്ന് പറയുന്നുണ്ട്. എന്താണ് സത്യത്തിൽ ധവളപത്രം? അറിയാത്തവരും ഉണ്ടാകാം. ഒരു സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക നിലവാരം, അത് വരുമാന സ്രോതസ്സുകൾ, കടബാധ്യതകൾ, ഭാവിയിലുള്ള സാമ്പത്തിക വെല്ലുവിളികളൊക്കെ എന്തായിരിക്കാം എന്നതൊക്കെ വ്യക്തമാക്കുന്ന ഒരു വൈറ്റ് പേപ്പറാണ് ഇത്. മാത്രമല്ല, ട്രഷറിയിലെ പണലഭ്യത മനസ്സിലാക്കാൻ കഴിയും. റവന്യൂ കമ്മി, സംസ്ഥാനത്തിന്റെ ആകെ കടം, ഇതിന്റെ എല്ലാം കണക്കുകൾ കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവും. കൂടാതെ നികുതി പിരിവിലെ പോരായ്മകളും തടസ്സപ്പെട്ട പദ്ധതികളും ഒക്കെ ചൂണ്ടിക്കാട്ടി ഇത് പൊതുജനത്തെയും നിയമസഭയെയും യഥാർത്ഥ ധനസ്ഥിതി വ്യക്തമാക്കും. അപ്പോ ഇത് എന്തിനാണ് ഇപ്പോ ധവളപത്രം എന്ന് പറഞ്ഞ് ഇറങ്ങിയത് എന്നുള്ളത് ഏതാണ്ട് മനസ്സിലായി കാണും. ഇനിയിപ്പോ എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ടൊക്കെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മുഖ്യന്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഇത്രയും വലിയ കടമുണ്ട്, ആകെ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇനിയിപ്പോ ഉത്തരവുണ്ട്. നിങ്ങൾ ധവളപത്രം കണ്ടതല്ലേ? ഈ ധവളപത്രത്തിലുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്കല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതും വെച്ചിട്ടുള്ളതും. അപ്പൊ നിങ്ങൾ ഇനി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം. പിന്നെ കിഫ്ബി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ട് വരുമാനമില്ലാത്തത് കൊണ്ട് 21,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടവ് ബാധ്യത പൂർണ്ണമായിട്ടും ഈ സർക്കാരിന്റെ കീഴിലുണ്ടാകും, അല്ലെങ്കിൽ തലയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കൂടാതെ കിഫ്ബിക്ക് വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനേക്കാൾ 1 മുതൽ 1.5% വരെ കൂടുതൽ പലിശ നൽകേണ്ടിയും വരുന്നുണ്ട്.